നമസ്കാരം. മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് വ്യൂ സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുക. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാനും കൂടെ ശ്രമിക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ട് അതൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 1.5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ, പലർക്കും ഈ ചാർട്ട് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നാം. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഐ ബട്ടണിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതൊക്കെ കണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിലൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ചാർട്ട് റീഡിങ് പഠിക്കാം. തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. ഈ ഒരു ചാർട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് മനസ്സിലാക്കാനും, അതേപോലെ തന്നെ കൺസോൾട്ടേഷൻ സോൺ മനസ്സിലാക്കാനും, നമുക്ക് എവിടം വരെ റൈഡ് ചെയ്യാം, സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടുകളാണ്. ഇത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, F&O സെഗ്മെൻറ്റ്, ക്രിപ്റ്റോ, ഫോറക്സ്, MCX അതായത് കൊമോഡിറ്റി സെഗ്മെൻറ്റിൽ വളരെ നന്നായിട്ട് വർക്കാവുന്നൊരു ചാർട്ടാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ബോധ്യമാണെങ്കിൽ നിങ്ങൾ ആ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറയുന്ന പോലെ യൂട്യൂബിൽ നിരവധി ലൈവ് വീഡിയോസ്, വ്യൂ വീഡിയോസൊക്കെ ഇഷ്ടം പോലെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കയറി ഒരു 1.5 വർഷത്തെ ഡാറ്റ നിങ്ങൾക്ക് പരിശോധിക്കാം. ശേഷം സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്ക്രീനിൻ്റെ ആദ്യം തന്നെ തെളിഞ്ഞു വരുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, ഞാൻ കൂടുതലും നിഫ്റ്റി ഓപ്ഷൻ ബൈയിങ് ആണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ലൈവ് കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. രാവിലെ ടെലഗ്രാമിലാണ് ലൈവ്, 9 തൊട്ട് 12 വരെയാണ്. ഒരിക്കലും കോളോ ടിപ്പോ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ആളല്ല. ഒരുമിച്ചിരുന്ന് ടീം വർക്കിൽ ഡിസ്കസ് ചെയ്ത് ഒരു എൻട്രി എക്സിറ്റ് ഒക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ മനസ്സിലാക്കി, അതായത് ഇവിടെ അനലൈസിങ് ആണ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്ത് ലോസ് വരുത്തുന്നവർ, എനിക്ക് തോന്നുന്നത് 95% ആൾക്കാരുടെ ലോസിന് റീസൺ മൈൻഡ് സെറ്റാണെന്ന് തോന്നുന്നുണ്ട്. ആ മൈൻഡ് സെറ്റിന് ഒരു മാറ്റം വരുത്താനായിട്ട് ഈ ഒരു ഡിസ്കഷൻ റൂമിൽ ഒരു ബാക്ക് സപ്പോർട്ടോടു കൂടി ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ആഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഫൈനൽ ഒരു പറയാം. കാരണം ഈ ഒരു മാസമാണ് ഒരു ടീം, അതായത് 21 പേരുടെ ഒരു ഗ്രൂപ്പ് എല്ലാ മാസവും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 3 ആഴ്ചയായിട്ടുള്ള ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരെല്ലാവരും വളരെ ഹാപ്പിയാണ്. കാരണം അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റും ഉണ്ട്. ഒരാളുടെ ഫണ്ട് പോലും വാഷ് ഔട്ട് ആയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലൈവ് ഡിസ്കഷൻ്റെ അഡ്വാൻറ്റേജ് ആണ് എന്ന് എനിക്ക് പറയാം. പക്ഷേ പുറത്തുനിന്ന് കാണുന്നവർക്ക് അത് അത്ര വലിയ ഈ പറഞ്ഞ പോലെ ഡൈജസ്റ്റ് ആവണമെന്നില്ല. കാരണം ഉള്ളിലെ കളികൾ പുറത്തുള്ളവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു, ഞാൻ കോളോ ടിപ്പോ, അതായത് ഇവിടെ എടുക്കൂ ഇവിടെ വിൽക്കൂ എന്ന് പറയുന്ന ഒരാളല്ല, അനലൈസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. അതിനു മുമ്പ് ഒരു 3-4 ലൈവ് വീഡിയോസ് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നിഫ്റ്റി മോർണിംഗ് ലൈവ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ വീഡിയോസ് ഒരു 10-200 എണ്ണം അടുത്ത് മൊത്തത്തിലുണ്ട് ലൈവ്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ ആ ലൈവിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനോ വിൽക്കാനോ പറ്റുമായിരുന്നോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പഠിക്കാനുള്ളവർക്കും നേരിട്ട് തന്നെ വിളിക്കാവുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തത്. 8:42 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പ്രീ ഓപ്പൺ മാർക്കറ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷം അനലൈസിങ്ങിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. സമയം 9:07 ആയിട്ടുണ്ട്. പ്രീ മാർക്കറ്റിൻ്റെ പരിപാടിയൊക്കെ ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട്. 118 പോയിൻ്റ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതനുസരിച്ച് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത്, ആദ്യം തന്നെ നമുക്ക് സ്ട്രൈക്ക് ഒന്ന് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ 23,382 ആണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് 23,300 സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. ബാക്കി ആ സമയത്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നതിൽ നല്ല സ്ട്രൈക്ക് 23,300 സിയിൽ നമുക്ക് 23,300 നമുക്ക് സെലക്ട് ചെയ്യാം. പിയിലെ സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഗ്യാപ്പ് അപ്പിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് നടന്നിരിക്കുന്നത്. അപ്പോൾ അതായത് 121, 145, അതാകുമ്പോൾ 245 എന്ന് പറയുമ്പോൾ
ആ ലെവലിലേക്ക് പോകും. ഒരു 98, 23,400. നമുക്കൊരു 23,400ൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം പിയിൽ. ഇപ്പോൾ 23,400ഉം 23,300. അപ്പോൾ സിയിൽ 23,300. പിയിൽ 23,400. ഓക്കെ, നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. മാർക്കറ്റ് വളരെ നമുക്ക് ഫാസ്റ്റായിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. മാർക്കറ്റ് 23,453, 23,453 മൈനസ് 118 വന്നിരിക്കുന്നത്. ഞാനതൊരു സോറി, പനിയായാലും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ജോലി ട്രേഡിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പനിയുണ്ട്. 23,453 മൈനസ് ഞാനവിടെ ഇടാൻ പോകുന്നത് ഒരു 130, 129 പോയിൻ്റ് ഓൾറെഡി ഞാനൊരു മൈനസ് ഇടാൻ പോകും. ഒരു 10 പോയിൻറ്റും കൂടെ കയറ്റിയിട്ട് ഇടുന്നത്. 23,324 താഴത്ത് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത്. 23,324. 330, 23,324 എന്തെങ്കിലും ഉണ്ടോ? 330-ലുണ്ട്. അതുപോലെ ഇവിടെ ഒരു ലോ ഉണ്ട് കേട്ടോ. ആ ലോവിൽ നമുക്ക് മാർക്ക് ചെയ്തിടാം. അപ്പം ഇത് ഇപ്പം ലൈവിലുള്ളവരാണെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ അതനുസരിച്ചിട്ട് ഒരു പ്ലാനിങ് തയ്യാറാക്കാൻ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ 23,453, 23,453 പ്ലസ് 129 അപ്പ്. സോറി, 23,453 പ്ലസ് 129, 23,582. എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 582, 23,600 ഓൾറെഡി നിൽപ്പുണ്ട്. 12 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ 600 ഓൾറെഡി ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ അവിടെ ഓൾറെഡി അതേപോലെ തന്നെ നിൽക്കട്ടെ. നല്ല ലെവലാണ്. പിന്നെ ഇതിൻ്റെ ഇടക്ക് ഇടാനുള്ള ഒരു ലൈനും കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് ഇട്ടിട്ട് കാര്യത്തിലേക്ക് കടക്കാം. 23,453 പ്ലസ് ഒരു 110 ഏകദേശം അതിൻ്റെ ഒരു പെർസെൻറ്റേജാണ്. 23,563. 23,563 ഇല്ലെങ്കിലും 23,534 മേളിൽ ഓൾറെഡി കിടപ്പുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ വലിയ ടെൻഷൻ വേണ്ട. അതായത് ഈ ഭാഗം നല്ല കൺസോൾട്ടേഷൻ വരാനുള്ള ഒരു മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ താഴത്ത് ഇനി ഒരു ലെവലും കൂടെ കണ്ടുപിടിക്കാനുണ്ട്. അതും കൂടെ കണ്ടുപിടിച്ചാൽ 23,453, 23,453 മൈനസ് 110, 23,343. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. 343 ഇല്ല, 337 ഇപ്പോൾ ഓൾറെഡി നിൽക്കുന്നത് തന്നെ. നമ്മൾ കുറച്ചും കൂടെ കയറ്റിയിട്ടിട്ടാണ് പിടിച്ചത്. 23,367 ഒരു ലൈൻ വരച്ച് വെക്കാം. 23,367. അതും നമുക്ക് ലോക്ക് ചെയ്തിടാം. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. അപ്പം മാർക്കറ്റ് 118 പോയിന്റിലാണ് ഗ്യാപ്പ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ആയിക്കണം. അപ്പോൾ ആ പൊസിഷനും കൂടെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. 23,453 മൈനസ് 118, 23,335. പക്ഷെ നമ്മുടെ പ്രീ ഓപ്പൺ മാർക്കറ്റിൻ്റെ ചാർട്ടിൽ കാണിക്കുന്നത് 23,382 നമുക്കിന്ന് അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ വലിയ ടെൻഷനൊന്നും വരില്ല. എല്ലാവരുടെയും
പ്രീ ഓപ്പൺ മാർക്കറ്റിൽ കിടക്കുന്നതും 23,382 ആയിരിക്കാം. അപ്പോൾ 23,382 എവിടെയാണ്? 382, 398, 403, 382. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം എവിടെയെങ്കിലുമൊക്കെ കാണും, അല്ലാതെ ഒന്നും മാർക്കറ്റ് പോകത്തില്ല. 379. ഓക്കെ, ഇവിടെ ഒരു സാധനമുണ്ട്, അതും കൂടെ ലോക്ക് ചെയ്തിടാം. കാരണം ഇവിടെ ഒരു ഈ യെല്ലോ ലൈനിൻ്റെ ടോപ്പും ഈ ഒരു യെല്ലോ ലൈനിൻ്റെ ഡൗൺ, അതായത് ഒരു സംഗമസ്ഥാനം നിലവിൽ ഇവിടെ നിൽപ്പുണ്ട്, ഈ ലെവലിൽ നിൽപ്പുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയാൽ മാത്രമാണ്, അതായത് ഈ രണ്ട് ബോക്സ് 23,379, 23,367, അത് ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റിൽ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് നിലവിൽ കാണുന്നുള്ളൂ. ഇപ്പോൾ 50 മിനിറ്റ്സിൽ RSI ഓൾറെഡി ഒരു 50% നിൽക്കുന്നത്. അപ്പോൾ 5 മിനിറ്റിലും ഒരു റീക്രോസ് ഓവർ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ മുകളിൽ കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്, നിലവിലുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് മാത്രം താഴത്തോട്ട് പോയാൽ മാത്രമാണ് ഒരു ഡൗൺ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമുക്ക് സിയിൽ മാർക്കറ്റ് ഡൗണിലേക്ക് പൊക്കോട്ടെ. സപ്പോർട്ടിങ് സോൺ എന്ന് പറയുന്നത് 200 ഏതാണ്ടൊക്കെ, സൂം ഔട്ട് ചെയ്താലും ഏതാണ്ടൊക്കെ നല്ല ലോവിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ലൈനൊന്ന് വരച്ചിടാം. അതായത് 209, 118 പോയിൻ്റ് എന്ന് പറഞ്ഞാലും DKയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ 209 സപ്പോർട്ടിങ് സോണ്. പിയുടെ ടാർഗറ്റ് ഏരിയ എന്ന് വെച്ചാൽ ഒരു കൺസോൾട്ടേഷൻ സോൺ ഓൾറെഡി നിൽപ്പുണ്ട്, മാർക്കറ്റ് ഓപ്പൺ ആവാൻ പോവുകയാണ്. 115, 125. ഓക്കെ, 135 ബ്രേക്ക് ചെയ്താൽ RSI സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് പോണേ. 135 ബ്രേക്ക് ചെയ്താലെന്ന് പറഞ്ഞില്ല, മാർക്കറ്റ് 140 എത്തി. അപ്പോൾ 140 ബ്രേക്ക് ചെയ്താൽ മാത്രം പ്രീവിയസ് ഹൈയിലേക്ക് പ്രൈസ് ലൈൻ നോക്കി നമുക്ക് നിൽക്കാം. മാർക്കറ്റ് മാക്സിമം വരാവുന്ന 151. വളരെ ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ ഒറ്റക്കൊക്കെ ആണെങ്കിൽ സുഖമാണ്, രണ്ടും കൽപ്പിച്ചങ്ങ് എടുത്തു വെക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ലൈവ് എന്നൊക്കെ പറയുമ്പോൾ പലർക്കും പല ഡൗട്ടും കാര്യങ്ങളും, അതൊക്കെ അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് വൺ ക്ലിക്കും പലർക്കും ഉണ്ടാവത്തില്ല. അപ്പോൾ 140 ബ്രേക്ക് ചെയ്താൽ 137 കൺസോൾട്ടേഷൻ സോണാണ്. ഒരു 140 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് 145 മാക്സിമം ഹൈ പോകാൻ പോകുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ടിപ്പ് ലെവലെന്ന് പറയുന്നത് ഒരു 151 മാക്സിമം മാർക്കറ്റ് പോയി ടിപ്പ് ഇടിക്കാൻ പറ്റുന്നൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ. മാർക്കറ്റ് സ്റ്റിൽ പി സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. 146, 147, 150 ഏകദേശം ഒരു ലൈൻ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഒരു 149 നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. 149, 50 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോകുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നില്ല. 152, 55 ഭാഗമാണ്. ഒരു ക്രോസ് ഓവർ പോലെയൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു ക്രോസ് ഓവർ ആവാതെ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. വളരെ ചെറിയ പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുള്ളൂ, ഓൾറെഡി 145 വരെയൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഇത് എന്തായാലും ക്രോസ് ഓവർ ആവട്ടെ. പിയിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ തന്നെ ഒരു 185 കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റിലൊരു സിയിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ മാർക്കറ്റ് ഒരു 185 കഴിയണം, അല്ലാതെ മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവത്തില്ല. നല്ല കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 185 ബ്രേക്ക് ചെയ്താൽ 193, 201, 209 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഒരു സേഫ് സോണാണ് 185 ബ്രേക്ക് ചെയ്താൽ. ഇപ്പം ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് നിലവിൽ.
പിയിൽ ക്രോസ് ഓവർ വന്നിട്ടില്ല, സിയിൽ മാത്രമാണ് ക്രോസ് ഓവർ വന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും ഈ ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല, കാരണം കിട്ടിയാൽ തന്നെ ഒരു 5 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റൊക്കെ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കേസ്, മാർക്കറ്റ് സിയിലേക്ക് എന്തായാലും കുറച്ച് മൂവ് ആവണം, കാരണം SMA ഇവിടെ താഴെ നിൽപ്പുണ്ട്, ഇവിടെ ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ചിട്ട് ഈ റെഡ് വന്നെന്നും പറഞ്ഞ് നമുക്കതൊരു നല്ല റെഡ് ആക്കണമെന്നില്ല. 130 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോന്നാലേ മാർക്കറ്റ് ആ റെഡിലേക്ക് ഫാൾ ആവത്തുള്ളൂ. നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീനായി കൂടായില്ല. ഇതിൽ നിന്നൊരു 4 പോയിന്റ്, കാരണം കൂടുതൽ എനിക്ക് ഈ ലൈൻ വരെയും കാര്യങ്ങളൊക്കെ ആയത് കാരണം കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. 4 പോയിന്റ് അതിൽ നിന്ന് പിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇപ്പം 190ലേക്കാണ് എക്സ്പാൻഷൻ അയക്കണേ. ഇതിൻ്റെ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 186.40 ആണ്. അപ്പോൾ ഒരു ഈ ക്യാൻഡിൽ ഇമ്പോർട്ടൻറ്റ് ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യണമെന്ന് നോക്കണം. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ, അതായത് ലെഫ്റ്റ് സൈഡ് ചാർട്ട് 186.40, ഒരു 187 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 190ലേക്കുള്ളൊരു 3 പോയിൻ്റെങ്കിലും കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട്, പക്ഷെ അത് ഗ്രീനിലേക്ക് കയറിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ റെഡൊന്നും നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു റെഡല്ല. പ്രീവിയസ് ക്യാൻഡിലിനെ ഹൈ ബ്രേക്ക് ചെയ്ത് പോകണം മാർക്കറ്റ്. കാരണം 150 ഒക്കെ ഓൾറെഡി ഒരു ലൈൻ വന്ന് നിന്നേച്ചതാണ്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഈ റെഡൊന്നും അത്ര വലിയ റെഡല്ല. നമ്മൾ ആ റെഡ് കണ്ടുകൊണ്ട് വെറുതെ പാനിക്കായിട്ട് പോയി, ഈ ഗ്രീൻ കണ്ടുകൊണ്ട് വെറുതെ പാനിക്കായിട്ട് പോയിട്ട് നമ്മൾ സി എടുത്തു വെച്ചിട്ട് ഒരു കാര്യമില്ല. ഒന്നാമത് കൺസോൾട്ടേഷൻ സോണാണ്. ഈ കൺസോൾട്ടേഷൻ സോണിൽ ഇനി ഒരു സേഫ് ബ്രേക്ക് ഔട്ട് കിട്ടണം. അപ്പോൾ ഈ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായാൽ ഇവിടെ സിയിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനുള്ള ചാൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്, അത് സിയിലേക്ക് കയറിയിട്ടില്ല. ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ 187, 190 ബ്രേക്ക് ചെയ്താൽ 201, അത് 29 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഗ്രീൻ ക്യാനിൽ ഹൈ ബ്രേക്ക് ചെയ്യണം. ഹൈ ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റ വിക്ക് ചിലപ്പോൾ ഒരു 190ലേക്ക് അടിക്കും, എന്നിട്ടൊന്ന് പേടിപ്പിക്കും. അല്ലാതെ നമ്മൾ ഒരിക്കലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഹൈ ആണെങ്കിലും 185.40 പോയിട്ടുള്ളൂ. നമ്മൾ വെറുതെ ചാടിക്കേറി ഫിയർ ഓഫ് മിസ്സിങ് ഓർഡർ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനി ഒരു ബ്രേക്ക് ഔട്ട് സിയിൽ വരികയാണെങ്കിൽ ഒറ്റയടിക്കൊരു 190. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് 187 ബ്രേക്ക് ചെയ്താൽ 190ലേക്കുള്ളൊരു 3 പോയിൻ്റ്, അത് മാത്രമേ ഞാൻ താൽക്കാലികമായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റ് പിയിൽ തന്നെ ആയിരിക്കും. കാരണം ഇവിടെ ഒരു ഡൈവർജൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. 145 ബ്രേക്ക് ചെയ്താൽ 153ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. സിയിൽ 186 ബ്രേക്ക് ചെയ്യാതെ 187 ബ്രേക്ക് ചെയ്യാതെ നമുക്ക് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല. ഇൻഡെക്സിൽ നമ്മളെന്താ പറഞ്ഞേ, താഴത്ത് ഈ ബ്ലൂ ലൈന് താഴത്തോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഗ്യാപ്പ് ഫില്ലിങ്ങോ SMA അല്ലെങ്കിൽ 23,531 നമ്മൾ 2 വര വരച്ചിട്ടതിൻ്റെ ആ ഒരു പൊരുൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ വരച്ച വരയ്ക്ക് അപ്പുറം മാർക്കറ്റ് പോയിട്ടില്ല. ഇപ്പം മേളിൽ റെഡ് ലൈൻ ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. അതിനു മുമ്പ് ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ സിയിൽ വരികയാണെങ്കിൽ പി ഒരു 153 വരെ പോകുമെന്ന് മാത്രമേ ഉള്ളൂ.
ഇപ്പോഴും ഗ്രീനിലേക്ക് കയറിയിട്ടില്ല. ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേഷനാണ്. നേരത്തെ 150 ഒരു തവണ ഇവിടെ വന്നു നിന്നതാണ്. അതൊരു സൂചന ആവാനായിട്ട് പലപ്പോഴും അങ്ങനെ വന്നു നിന്നിട്ട് തിരിച്ച് അത് മായ്ച്ചു പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ചാൻസ് ഉണ്ടെന്നാണ് അതിനർത്ഥം. നമ്മൾ വെറുതെ റിസ്ക് പിടിച്ച് എൻട്രി ഒന്നും എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു 187 ബ്രേക്ക് ചെയ്താൽ 190 ബ്രേക്ക് ചെയ്താൽ 200 209 അത് മാത്രമായിരിക്കും നമ്മളുടെ ആദ്യത്തെ ഒരു ടാർഗറ്റ്. മാർക്കറ്റ് ഒരു ക്രോസ് ഓവർ വന്നിട്ട് ഡൈവർജൻസ് ആവുന്നുണ്ട്. സിയിലേക്ക് മാർക്കറ്റ് പോകാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ ഞാൻ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പ്രതീക്ഷിക്കുന്നുണ്ട് സിയിൽ. അത് പ്രതീക്ഷിച്ച് വേണം നമ്മൾ നിൽക്കാൻ. സിയിലേക്ക് മാർക്കറ്റ് തിരിയുന്നുണ്ട്. സിയിലൊക്കെ കുറച്ച് മൂവ്മെന്റ് എന്തായാലും ഉണ്ടാവും. കാരണം ഇവിടെ 125 ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കണം. 125 ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഒറ്റയടിക്കായിരിക്കും 190 പോണത് കണ്ണടച്ച് തുറക്കുമ്പോൾ. ഇവിടെ സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ ഹയർ വിക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് 190 നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 188 190 പ്രതീക്ഷിക്കാവുന്നുള്ളൂ. പ്രശ്നങ്ങളൊന്നും വരില്ല, കാരണം അതിൻ്റെ ഹയർ വിക്ക് വന്നിട്ടില്ല. 189 വരെ പോയിട്ടുള്ളൂ. 190 ബ്രേക്ക് ചെയ്താൽ അടുത്ത വിക്ക് 193 201 209. കാരണം ഇവിടെ നല്ല രീതിയിൽ ഒരു സ്ട്രഗിളിംഗ് ഉണ്ട്. അതിൻ്റെ ഒരു വിക്ക് താഴത്തേക്ക് വന്നിട്ടുണ്ട് 192. ഈ ഒരു വൈറ്റ് ഡോട്ട് ഇത്തിരി ഡേഞ്ചറാണ്. അത് ബ്രേക്ക് ചെയ്താലാണ് ഒറ്റയടിക്ക് താഴത്തോട്ട് വരും. ആ സാധനം SMA വന്ന് മുട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. 194 നമ്മൾ പറഞ്ഞ ആദ്യത്തെ ടാർഗറ്റ് ഇപ്പോൾ ഗ്രീനിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ ഒരു സഡൻ ഡംപ് 170 വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്യാൻഡിൽ ചിലപ്പോൾ സിയിൽ നമ്മളിപ്പോൾ പ്രതീക്ഷിച്ച് വേണം നിൽക്കാൻ. ഒരു സഡൻ ഡംപ് ഉണ്ടായാൽ, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ടായാൽ നല്ല രീതിയിൽ താഴത്തോട്ടും ഇല്ലെങ്കിൽ കയറിപ്പോവും. നമ്മളതെപ്പോഴും പ്രതീക്ഷിച്ച് നിൽക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇവിടെ വൈറ്റ് ഡോട്ടിലാണ് ഇവിടെ PE ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ആദ്യത്തെ റെസ്പെക്റ്റേഷൻ കറക്റ്റായിട്ട് എടുക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് സാധനം 140 വരെ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതാണ് നമ്മൾ 190 ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് ഒരു 193 ഒക്കെ നമ്മൾ പറഞ്ഞതിൻ്റെ റീസൺ. ഇപ്പോൾ ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട്. ഈ ഗ്രീനിലേക്ക് കയറുന്ന സമയത്ത് നല്ല വോളി ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് കയറി സാധനം 209 പോരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒറ്റയടിക്ക് ഡൗൺ അടിച്ച് 170 പോരും. അപ്പോൾ നമ്മളതെപ്പോഴും പ്രതീക്ഷിച്ച് വേണം നിൽക്കാനെന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചിലപ്പോൾ സ്മൂത്തായിട്ട് കയറിപ്പോവും, പക്ഷേ ചില സമയത്തൊരു സ്റ്റോപ്പ് ലോസ് കണ്ടിങ് വരാനുള്ള, അല്ലെങ്കിൽ മുകളിലോട്ട് കുതിക്കുന്നതിന് മുമ്പ് താഴത്തോട്ട് വരാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എനിവേ 194 വീണ് കിട്ടിക്കഴിഞ്ഞാൽ സാധനം ഒറ്റയടിക്ക് ഈ ടിപ്പിലേക്ക് ഇടിക്കും. RSI ഡൈവർജൻസ് ആയിട്ടുണ്ട്. അടുത്ത ഒരു ഹിറ്റിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 201 ആണ്.
കാരണം ഇവിടെ ഈ ഒരു വൈറ്റ് ഡോട്ട് ഉള്ളത് കൊണ്ടാണ് ഇവിടെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. ആദ്യത്തെ റെസ്പെക്റ്റേഷൻ കഴിഞ്ഞു, രണ്ടാമതും റെസ്പെക്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അവിടെ നിന്നും നിങ്ങൾ ഫാളായ സാധനം 108 പോരും. ഇത്തിരി റിസ്കി പ്രൈസ് ആണ്, എന്തും സംഭവിക്കാം. അവിടെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഒന്നും അല്ല. അവിടെ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ടാണ് സിയിൽ ഒരു വലിയ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 185 വരുന്നുണ്ടോ, അത് ആ ഡോട്ടിലാണ് ഇടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചൊരു ഏരിയ 170 ഒരു വലിയ ഫാളാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ ഏതാണ്ടൊക്കെ അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ ഏത് നിമിഷവും ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നമ്മൾ പ്രതീക്ഷിച്ചു. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 170 ഭാഗത്തേക്കാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇപ്പോൾ വൈറ്റ് ഡോട്ടിൽ വീണ്ടും സപ്പോർട്ട് എടുക്കണം. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയാൻ പറ്റില്ല, അത് മുകളിലോട്ട് കുതിക്കുന്നതിന് വേണ്ടിയിട്ട് താഴത്തോട്ട് വന്നെന്നാണ് നമ്മൾ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 190 193 ഒരു സേഫ് ആയിട്ടുള്ള പൊസിഷനായിട്ട് നമ്മൾ വെച്ചതിൻ്റെ റീസൺ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ 127 മാർക്കറ്റ് 132, 5 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ്. പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിച്ചൊരു ഏരിയ 140 ആണ്, അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ 172 170 ഭാഗത്താണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ആദ്യത്തെ റെസ്പെക്റ്റിൽ നിൽക്കുന്നത്. നമ്മുടെ കണക്കൂട്ടിലൊന്നും തെറ്റിയിട്ടില്ല, കറക്റ്റായിട്ട് പോയിൻ്റ് എടുത്ത് മാർക്കറ്റിൽ ഇറങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് സി സൈഡ് തന്നെയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങേ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്ത് ഗുണം കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് നമുക്ക് 87 194 വരെ, അപ്പോൾ അതൊരു 193 194 നമുക്കുള്ള പോയിൻ്റ് കിട്ടിയത്. ഒരു സപ്പോർട്ട് കൂടെ എടുക്കുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഈ വൈറ്റ് ഡോട്ട് നല്ലൊരു സപ്പോർട്ടിങ് സോണാണ്. 172 സപ്പോർട്ട്. ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഉടനെ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് ടു കോസ്റ്റ് ഇടണം. കാരണം ഇവിടെ ഒരു 140 ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു 150 153 മാർക്കറ്റ് മുകളിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഒരു 150 ഇവിടെ മാർക്കറ്റിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് അത് ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പം അതുകൊണ്ട് സിയിൽ നല്ല രീതിയിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 170 ഭാഗത്തേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 158 ഫാളാവുന്നത്. അപ്പോൾ 158 ഫാളായാൽ സാധനം 140 150 153 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സപ്പോർട്ട് ഈ വൈറ്റ് ഡോട്ടിലാണ് ഇപ്പോൾ സപ്പോർട്ട് എടുക്കുന്നത്. ഇനിയും വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. ഇനിയൊരു സേഫ് സോൺ എന്ന് പറഞ്ഞാൽ എഗെയിൻ 190 ബ്രേക്ക് ചെയ്താൽ 211 മൂവ്, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഈ ഗ്രീനൊന്നും അത്ര വലിയൊരു ഗ്രീനൊന്നും അല്ല കേട്ടോ. ഇതൊരു കൺഫേം ഗ്രീനൊന്നും അല്ല. ഇത് ഡൗണിലേക്ക് എപ്പോൾ വേണമെങ്കിലും പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ ഗ്രീൻ വന്നെന്ന് പറഞ്ഞ് ചാടിക്കയറി നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം അത് ഒരു ഒറ്റയടിക്ക് ചിലപ്പോൾ ഒരു 170 ഫാളാവാനുള്ള ചാൻസ് ഉണ്ട്. ആ ഗ്രീനൊന്നും ഒരു ഗ്രീനായേ അല്ല. കാരണം ഇപ്പുറത്ത് 140 പി ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രീനൊക്കെ വെറുതെ ചാടിക്കയറി എടുത്ത് വെറുതെ പണി മേടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇതൊരു ഡോജി ക്യാൻഡിലാണ്. അപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ 170 ടച്ച് ചെയ്തു, അതൊരു 165 അതായത് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോരുകയാണെങ്കിൽ ഇപ്പോൾ 170 ടച്ച് ചെയ്ത് നിൽക്കുന്നത്. 170 ടച്ച് ചെയ്തപ്പോൾ ഇത് 139 ടച്ച് ചെയ്തു. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ട്രേഡായിരുന്നു ഇത്. കാരണം ഇത് പ്രതീക്ഷിച്ച് തന്നെയാണ്, ഈ ഒരു ഡംപ് ഞാൻ പ്രതീക്ഷിച്ച് തന്നെ നിന്നതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ഇവിടെ ഒരു എത്ര പോയിൻ്റ് കിട്ടി, 187 നമ്മൾ പറഞ്ഞ 193. അപ്പോൾ 88 89 90 91 92 93. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ നിന്ന് റിവേഴ്സ് ആവുമെന്നുള്ള ഈ വൈറ്റ് ഡോട്ടില്ല ഈ ഒരു എൻട്രി. അപ്പോൾ 125 മാർക്കറ്റ് 140 ഏകദേശമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 25 30 ഒരു 10 പോയിൻ്റ് കൂട്ടിയാൽ തന്നെ ഇവിടുത്തെ 10 പോയിൻറ്റും ഇവിടുത്തെ 5 പോയിൻറ്റും കൂടെ ഓൾറെഡി 15 പോയിൻ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്ത് പോരുകയാണെങ്കിൽ 32 139 ആയി 140 ആയി. 140 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 150 മാർക്കറ്റ് മൂവ് ചെയ്യണം.
ഇപ്പോഴും ഇതൊന്നും അത്ര വലിയൊരു ഗ്രീനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഇനിയും താഴത്തോട്ടൊക്കെ പോരണം. ആദ്യത്തെ റെസ്പെക്റ്റേഷനാണ്. അല്ലെങ്കിൽ ഈ 140 വന്നേക്കണ ഈ റെഡ് അത്ര വലിയ റെഡൊന്നുമല്ല. അതൊക്കെ ഇനി ഇടിച്ച് കയറി മേ ബി പൊക്കത്തേക്ക് പോയി. ഇതൊരു എൻട്രി സോണൊന്നും അല്ല ശരിക്കും ഇത്. ശരിക്കും ഈ ഒരു പിയിലെ എൻട്രി സോൺ എന്ന് പറഞ്ഞാൽ 125 to 140 ആണ് വളരെ സേഫ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്. ഇവിടുത്തെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 193 വരെയുള്ള മൂവ്മെൻ്റ് ആണ് മൂവ്മെൻറ്റ്. ഈ ഗ്രീനൊന്നും കണ്ട് നമ്മൾ പാനിക് ആവണ്ട. ചിലപ്പോൾ മേ ബി മാർക്കറ്റ് ശരിക്കും സി സൈഡ് തന്നെയാണ് മാർക്കറ്റ്, അതിൽ കോംപ്രമൈസ് ഒന്നുമില്ല. പക്ഷേ അതാ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ എഗെയിൻ, അതായത് 187 നമ്മൾ ആദ്യം ഒരു എൻട്രി എടുത്ത് അതേ ഏരിയ ബ്രേക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് എൻട്രി എടുക്കാം. അത് 209 മാർക്കറ്റ് പോവാം. പക്ഷേ ഈ ഗ്രീനൊന്നും അത്ര വലിയ ഗ്രീനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് ആവാം. ഇങ്ങനെയുള്ള ഗ്രീനിലൊന്നും ഞാൻ ചാടിക്കയറി എൻട്രി എടുക്കാറില്ല. കാരണം അത് തിരിച്ച് ഏത് നിമിഷവും താഴത്തോട്ടൊക്കെ പോകാൻ പറ്റുന്ന എൻട്രിയാണ്. അപ്പോൾ ഈ ഗ്രീൻ ഇവിടെ വരുമ്പോൾ ഞാൻ എവിടെ എൻട്രി എടുക്കുമെന്ന് ചോദിച്ചാൽ ഈ 132 ഞാൻ റീ എൻട്രി എടുക്കും. അതായത് നേരെ തെറ്റിപ്പോകാം. കാരണം 150 ഈ ഭാഗത്ത് എവിടെയോ നേരത്തെ ഫോം ചെയ്ത കാരണം ഈ റെഡിലൊന്നും ഞാൻ സി എടുക്കില്ല. ഞാൻ പി തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ. സമയം ഓൾമോസ്റ്റ് 31 മിനിറ്റായി. അപ്പോൾ ഒരു മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒറ്റക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കണതെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഈവൻ നമ്മളൊരു കോള് ഇപ്പോൾ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 190 ബ്രേക്ക് ചെയ്ത് എടുത്തോളാൻ പറയും. 190 ബ്രേക്ക് ചെയ്ത് എടുക്കും. എന്നിട്ട് അവർ പറയുന്ന സ്റ്റോപ്പ് ലോസ് ഒരു 170 സ്റ്റോപ്പ് ലോസും പറയും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് പോകുമോ? അതുമില്ല. അതിനേക്കാളും ദൂരത്തിൽ മാർക്കറ്റ് താഴത്തോട്ട് ഇറങ്ങി വരും. അപ്പോൾ കോൾ എടുക്കുന്നവർ മാസാവസാനം എന്തുകൊണ്ട് പ്രോഫിറ്റ് ആവില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു 10 ട്രേഡ് നടന്നാൽ മതി, മാസാവസാനം ലോസാണ്. കോൾ എടുക്കുന്നവർ ഇത് പഠിക്കാൻ ശ്രമിച്ചാലോ അവർക്ക് കുറച്ചും കൂടെ അക്യുറസി ആയിട്ട് മാർക്കറ്റ് താഴത്തോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് എടുക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. എന്നാൽ പഠിക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ എന്നാൽ കോളും വേണം എന്നുള്ള ആൾക്കാർക്ക് എന്താ ബെറ്റർ? അവർക്ക് എപ്പോഴും ബെറ്റർ ലൈവ് തന്നെയാണ്. കാരണം മാർക്കറ്റിൽ കറക്റ്റ് ടൈമിൽ സ്കിപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനുള്ള ആ ഒരു സാഹചര്യം എന്തായാലും നമുക്ക് എന്തിൽ കിട്ടും? ലൈവിൽ കിട്ടും. ഇപ്പോൾ ഒറ്റക്കൊരു ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ എന്തായാലും ഈ ബ്രേക്കൗട്ടിൽ ചാടിക്കയറി എടുക്കും. നല്ല രീതിയിൽ അവർക്ക് പണിയും കിട്ടും. നമ്മൾ ഈ ഡംപ് വളരെ 100% നമ്മൾ പ്രതീക്ഷിച്ച ഡമ്പാണത്. അതേപോലെ തന്നെ ഈ റെഡ് ഈ ഗ്രീൻ വന്നപ്പോഴും നമ്മൾ പറഞ്ഞു ഈ ഗ്രീനൊന്നും നമ്മളെ ബാധിക്കുന്ന ഗ്രീനല്ല, അതൊന്നും ഒരു ഗ്രീനേ അല്ല. മാർക്കറ്റ് അടുത്ത ടാർഗറ്റുകൾ റീച്ച് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒരു തവണ 140 ചെക്ക് ചെയ്തു, രണ്ടാമത് 140 ചെക്ക് ചെയ്തു, മൂന്നാമത് 140 ചെക്ക് ചെയ്തു. ഇനി നാലാമത് 140 ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ഒറ്റ ക്യാൻഡിലായിരിക്കും, ചിലപ്പോൾ ഒരു 146 153 പോകുന്നു. അപ്പോൾ നേരെ മറിച്ച് സിയിലാണെങ്കിൽ RSI 50 ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഒരു 186 നേരത്തെ നമ്മൾ എൻട്രി എടുത്ത് പ്ലേസ് ചെയ്താണോ ആ 186 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ 190 ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് 203 മാർക്കറ്റ് പോകുന്നത്. 140 ബ്രേക്ക് ചെയ്ത 153 മാർക്കറ്റ് പിയിൽ പോകുന്നത്. അപ്പോൾ ആ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ SMA ഒക്കെ ഏകദേശം അടുത്തോട്ട് എത്തി വരുന്നുണ്ട്. അതനുസരിച്ചിട്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. കാരണം ഇത് വരുന്നത് വരെ മാർക്കറ്റ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷമായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിന് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ടാർഗറ്റ് എത്തട്ടെ. ഇവിടെ 177 ഒരു 180 ഒക്കെ ബ്രേക്ക് ചെയ്താൽ ചെറിയൊരു മൂവ് കിട്ടും. അപ്പോൾ 180 ബ്രേക്ക് ചെയ്തൊരു ഒറ്റ പോക്ക് പോയാലും അപ്പം തന്നെ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ വളരെ ബെറ്ററാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എവിടെയോ ഒരു 150 ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ആ 150 മാർക്കറ്റ് എന്തായാലും ടച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞേക്കണതാണ്. മാർക്കറ്റ് 149.69 153 നമ്മുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ആ ബ്ലൂ ലൈൻ അവിടെ ഇടണ്ടായിരുന്നു തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ആ ഇട്ട ലൈൻ ഒരിക്കലും അത് നമ്മൾ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്.
നമ്മൾ പറഞ്ഞ ആ ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അവിടെയും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ എങ്ങോട്ട് പോകാം, നല്ല വോളിയം വരുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇനിയിപ്പോൾ ഇതിനകത്ത് വേണം കോൺസെൻട്രേഷൻ ചെയ്യാൻ. ഇനി നമ്മൾ പറഞ്ഞ ലെവൽ ഈ ഒരു ലെവലാണ്. അതിന് മുമ്പ് 23,350 ഓൾറെഡി നിൽപ്പുണ്ട്. അപ്പോൾ കയറ്റി ട്രെയിൽ ചെയ്ത്, ഇപ്പം എൻ്റെ പരിപാടി കയറ്റി ഏതെങ്കിലും ഒരു സേഫായിട്ടുള്ള സോണിൽ ട്രെയിൽ ചെയ്ത് വെക്കുക, മാർക്കറ്റിൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്നുള്ള രീതിയാണ്. ഒരു 145 ഒക്കെ നേരെ കയറ്റി അങ്ങ് വെച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, RSI മാത്രം കോൺസെൻട്രേഷൻ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ, മാർക്കറ്റിൻ്റെ സ്വഭാവം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. എങ്കിലേ നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത് ഈ പറഞ്ഞ പോലെ 8 കാല് പല പോലെ നിൽക്കുന്നുണ്ടല്ലോ, ഇവിടെ ഇത് എങ്ങനെയാണ് ഇത്ര ലൈൻ ഇട്ടേക്കണതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില സമയത്ത് ഞാൻ മാക്സിമം ഇവിടെ നമ്മുടെ പരിപാടി 160 ഓൾമോസ്റ്റ് ഡണ്ണാണ്. അവിടെ നിന്ന് മേളിലോട്ട് പൊക്കോട്ടെ, സ്റ്റോപ്പ് ലോസ് കയറ്റി ഒരു 150ലേക്കൊക്കെ ട്രെയിൽ ചെയ്തിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 150 നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് ഒരു 150 ട്രെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഈസി. അപ്പോൾ ഈ ലൈന് നമ്മൾ പ്രാധാന്യമുണ്ട്, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിന് നമുക്ക് പ്രാധാന്യമുണ്ട്, RSIയിൽ പ്രാധാന്യമുണ്ട്. RSI ഡൗൺ ലോക്ക് ആണെന്നും പറഞ്ഞിട്ട് നമ്മളൊരു കാരണവശാലും C എടുക്കാനായിട്ട് പോയിട്ടില്ല. കാരണം മിച്ചം വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി നടക്കാനായിട്ട് മാർക്കറ്റിലുണ്ട്. അപ്പോൾ 3 ട്രേഡിലേക്കാണെങ്കിലും 160 ആണ് വളരെ സേഫായിട്ടുള്ളൊരു പോയിൻ്റായിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി 160 ബ്രേക്ക് ചെയ്ത മാർക്കറ്റിൻ്റെ അപ്പിലേക്ക് പോവും. നമ്മളുടെ എക്സാക്റ്റ് നമ്മൾ ഈ ഒരു ഭാഗത്താണ് എൻട്രി എടുത്തത്. 125 മുതൽ 160 വരെ ട്രെയിൽ ചെയ്ത് 3 ട്രേഡിലാണ് ഇവിടം വരെ നമ്മൾ എത്തിച്ചത്. കാരണം ഇവിടെ ഈ ഒരു യെല്ലോ, അതായത് ഇന്നത്തെ ഡേയുടെ ലോവിലാണ് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 160. അപ്പോൾ ഇന്നത്തെ ഡേയിൽ മാർക്കറ്റിൻ്റെ ലോ വന്ന് ഇടിച്ചപ്പോൾ ഇപ്പുറത്ത് എന്താ സംഭവിച്ചേ, സ്ട്രൈക്കിൽ എന്ത് സംഭവിച്ചു, സ്ട്രൈക്കിൽ 155 ഏകദേശം 160 വരെ മാർക്കറ്റ് എത്തി. ഇനി 160 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണ് 167 ആണ്. ആ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ശരിക്കും 155 വരെ നമ്മുടെ ടാർഗറ്റ് ഉള്ളൂ, എങ്കിലും RSI സ്റ്റിൽ നല്ല രീതിയിൽ മൂവ് ആവുന്നതുകൊണ്ട് ഇനി 161 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 167 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ഇന്നത്തെ ലോവിലേക്ക് ഇൻഡെക്സിൻ്റെ ലോ ഇടിച്ചപ്പോൾ എന്നത്തെ ഹൈയിലേക്കാണ് മാർക്കറ്റ് ഇടിച്ചതെന്ന് നോക്കാം, അല്ലെങ്കിൽ എന്നത്തെ ലോവിലേക്കാണ്. 14 ജൂൺ 14, ഇതിപ്പോൾ 24, 10 ദിവസം മുമ്പുള്ള ഹൈയിലേക്കാണ് ഇടിച്ചത്. അതാണ് നമ്മൾ ഈ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു റീസണും ഹൈ ഒക്കെ മാർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു റീസണും. അപ്പോൾ RSI താഴത്തോട്ടായിരുന്നു, പക്ഷേ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ഔട്ടായി പോയി. അപ്പോൾ നമ്മൾ RSI മാത്രം നോക്കി ട്രേഡ് എടുക്കുകയല്ല ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഇന്ന് 150 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ RSI ഇനി അടുത്ത ടാലിയായിട്ട് വരണം. അപ്പോൾ ആ ഗ്യാപ്പ് ലെവല് RSI ഫില്ല് ചെയ്യണം. കാരണം ഇവിടം വരെ RSIയും സ്ട്രൈക്കും അല്ലെങ്കിൽ സ്ട്രൈക്കും ഒരേപോലെ വന്നു. അതിനുശേഷം ഗ്യാപ്പ് അപ്പ് ആയപ്പോഴത്തേക്കും RSIയും ഈ സ്ട്രൈക്കും എന്തായി, രണ്ട് ഡയറക്ഷനിലേക്ക് പോയി. ഇനി അവരൊന്ന് ടാലി ആവണം. അപ്പോൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ മാർക്കറ്റിന് പോകും. അപ്പോൾ 160 എന്തായി, മാർക്കറ്റ് ഇനി SMA ടച്ച് ചെയ്യണം. ഇവിടെ ഒരു ഡംപ് ഉണ്ടായി. ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്, അതായത് CE ഇപ്പോൾ ഇവിടെ നിന്ന് 165 എടുത്ത ആൾക്കാർക്ക് അവരുടെ സ്റ്റോപ്പ് ലോസ് എത്ര പോയിൻ്റ് അടിച്ച്, 152, 62, 10-15 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കുകയും ചെയ്ത് തിരിച്ചു മാർക്കറ്റ് അതേപോലെ ലെവലിലേക്ക് വന്നെത്തുകയും ചെയ്തു. അപ്പോൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ 165 ബ്രേക്ക് ചെയ്താലോ, 165 അല്ല, ഒരു 172 ബ്രേക്ക് ചെയ്താൽ 177, 165 ബ്രേക്ക് ചെയ്താൽ അത്ര വലിയ ഉറപ്പൊന്നുമില്ല. ഒരു മൂവ് മേ ബി 177ലേക്ക് കിട്ടിയേക്കാം. കാരണം ഇനി SMA മുട്ടണം. SMA മുട്ടാതെ മാർക്കറ്റിൽ അടുത്ത പരിപാടിയില്ല. അപ്പോൾ എൻ്റെ 39 മിനിറ്റിൽ എൻ്റെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണാണ്. അപ്പോൾ എനിവേ എല്ലാവർക്കും
നോക്കിയേ, കയറേണ്ട സ്ഥലത്ത് കയറി, ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ കയറേണ്ട സ്ഥലത്തേക്ക് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുക. കാരണം ഇനി SMA മാർക്കറ്റ് ടച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഒറ്റക്കാണെങ്കിൽ ഇവിടെ ഇറങ്ങും, അപ്പം തന്നെ ഇവിടെ ഓപ്പോസിറ്റ് എടുക്കും. അപ്പോൾ ഓപ്പോസിറ്റ് എടുക്കിയാൽ 50 മുതൽ 69 പോയിന്റ് വരെ ഈസി ആയിട്ട് അവിടെ നിന്നും കിട്ടും. കാരണം സ്റ്റിൽ സിയിൽ RSI വർക്കൗട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ജോയിൻറ്റ് കറക്ഷൻ കഴിഞ്ഞു, അതിനുള്ള 165 നിന്ന് ഇപ്പോൾ 168 ആയി. ഈവൻ 155 സ്റ്റോപ്പ് ലോസ് ഇട്ടാലും വിഷയമല്ല. ഇനി ഇതിൻ്റെ എക്സിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 184 അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ടച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ എന്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് വന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ സമയത്ത് എന്ത് ചെയ്യും ആൾക്കാർ, ഇത് എക്സിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എടുക്കും. എടുക്കുന്ന ആൾക്കാർക്ക് മാർക്കറ്റ് സിയിലേക്ക് പോരും. ഇപ്പോൾ ഇവിടെ SMA ടച്ച് ചെയ്തിട്ടുണ്ട്. SMA ടച്ച് ചെയ്തപ്പോൾ ഇവിടെ 172 ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 165 172 ഇനി ഈ SMA ടച്ച് ചെയ്യണം. അതോടുകൂടി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി, കാരണം ഇപ്പോൾ ഇവിടെ സപ്പോർട്ട് SMAയിൽ ഇവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ഇവിടെ 172ലേക്ക് മാർക്കറ്റ് ഹിറ്റായത്. അപ്പോൾ ഈ ഡബിൾ ചാർട്ട് ഇട്ടത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു ലൈൻ, അതായത് 130 129 ടച്ച് ചെയ്ത അറ്റ് എ ടൈമിൽ മാർക്കറ്റ് 165 നിന്ന് 172 വരെ പോയി. അതായത് അത്രയും ഇവിടെ ഇത് മുട്ടിയ ആ ഗ്യാപ്പിൽ ഇവിടെ എടുക്കുക. അപ്പോൾ സിയും പിയും സെപ്പറേറ്റ് നോക്കുന്ന ആൾക്കാരാണെങ്കിലോ ഇവിടെ മുട്ടും, ഈ SMAയിൽ മുട്ടും എന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. സാധനം അതേപോലെ തിരിച്ചിറങ്ങിപ്പോരും. റീടെസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് അവസ്ഥ, ഇവിടെ ഈ താഴത്തോട്ട് മുട്ടിയ ടൈമിൽ ഇവിടെ നിന്ന് ഇവിടെ ഇറങ്ങാനായിട്ടുള്ള പ്ലാൻ ചെയ്യണം. ഇനി അഗെയിൻ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് 180ലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഇത്തിരി റിസ്ക് ഉണ്ട്. നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ്, അതായത് ഇവിടെയും നമ്മൾ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് എടുത്തു, റെസ്റ്റ് ചെയ്തു, അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇവിടെ മേ ബി ഇതൊരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം. അതും വേണ്ട, ഒന്നും വേണ്ട. 145 നിന്നാണെങ്കിലും 60ലേക്ക് എടുത്താലും 10-15 പോയിൻ്റാണ്. അപ്പോൾ പനിയും ജലദോഷം തുമ്മലൊക്കെയാണ്, തലയൊക്കെ പൊളിഞ്ഞു തുടങ്ങി. അപ്പോൾ 9:47 ഓൾമോസ്റ്റ് 10 മണിക്കാണ് നമ്മളൊരു ട്രിഗർ പ്രൈസിലേക്ക് മാർക്കറ്റ് ഇടിക്കാറ്. എന്തായാലും 42 മിനിറ്റായി. കറക്റ്റ് 10 മണിക്ക് 48 12 മിനിറ്റ്. ആ 10 മണിക്ക് മുമ്പ് ഒരു ടാർഗറ്റ് എന്തായാലും ഹിറ്റ് ചെയ്യും. ആ ഹിറ്റിങ് സിയിൽ 180 ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് അടുത്ത ആ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് മുട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ലൈവ് വൈൻഡപ്പ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാനതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ലൈവ് നെക്സ്റ്റ് മന്ത് ലൈവ് റൂമിൻ്റെ ഗ്രൂപ്പാണ്. അപ്പോൾ അതേ ഇവിടെ ഇപ്പോൾ ഒരു പിക്ചർ കയറിങ്ങ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തെളിഞ്ഞു വരും, കാണാം. അപ്പോൾ എവിടെ വന്നില്ലേ, അതേ വരുന്നു. പോസ്റ്റ് ഇപ്പോൾ കൊടുത്തേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ സിയിലും പിയിലും ഒക്കെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്താൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് വേറെ സ്ട്രൈക്കാണെന്നുള്ളൂ. അപ്പോൾ രാവിലെ 9-10 മണിയാകുമ്പോഴത്തേക്കും 21,707 ഒരു 22 രൂപയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ജോലിക്കാരൻ ഒരു മാസം പോകുന്ന അതായിട്ടുള്ളൂ കേട്ടോ. അതായത് ഒരു മാസത്തെ 1000 രൂപ വെച്ചിട്ട് ഡെയിലി പണിക്കാരൻ പണിക്ക് പോയാൽ മഴയും വെയിലും അസുഖവും തിരക്കും ഈ പറഞ്ഞ പോലെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 ദിവസം പണിയെടുത്താൽ കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റാണത്. അപ്പോൾ ഇവിടെ നിന്ന് കയറി ഇവിടം വരെ പോകണം എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അതിൻ്റെ പ്രൂവൺ സിസ്റ്റം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. പനി ആയതുകൊണ്ട് നമ്മൾ ലൈവ് വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ ഓൾ ദി ബെസ്റ്റ്.